Hi, good afternoon. Good Good afternoon. afternoon, Assalamu ma'am. alaikum, ma'am. Good afternoon. Assalamu alaikum. വലൈക്കും അസ്സലാം. Alaikum assalam. Okay. ഇന്ന് നമുക്ക് പ്രേയറിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ? പ്രേയർ. Okay. ഓക്കെ. സോ നൈസ് രാജി, മഞ്ഞ നിറത്തില് നല്ല ഭംഗിയുണ്ട് എല്ലാം. Thank you. നല്ലതല്ലേ രാജി എപ്പോഴും കിടുവാ. ഇല്ല, എല്ലാരും കിടുവാ. Thank മഞ്ഞ you. മഞ്ഞക്കിളിയുടെ ഒരു ma'am. പാട്ട് ഓർമ്മ വരുന്നുണ്ട്. അതെ. മഞ്ഞക്കിളിയുടെ അതെ മോളിപ്പാട്ടുണ്ടേ. അതെ 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 അതെ. Okay. ഇന്ന് പുതിയതാണോ ടോണി സർ? ടോണി അതെ. സബീർ എനിക്ക് ലിങ്ക് ഫോർവേഡ് എന്റെ ഗ്രൂപ്പിലെ മെമ്പറാ. താങ്ക് യു ആൻഡ് വെൽക്കം സർ ഫോർ ദിസ് ഗ്രൂപ്പ്. താങ്ക് യു. സോ നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ ഇന്ന് നമുക്ക് പ്രേയറിനെ കുറിച്ച് സംസാരിക്കാം. പ്രേയർ എങ്ങനെയാണ് ഒരു ഇപ്പൊ നേരത്തെ ഒരു സയന്റിഫിക് പ്രേയർ എങ്ങനെ ആയിരിക്കണമെന്ന് ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടി സമയം കിട്ടിയാൽ അത് ഇന്ന് പറയും, ഇല്ലെങ്കിൽ അത് നമുക്ക് നാളെ സംസാരിക്കാം. സോ ലെറ്റ്സ് ഗോ. ഹൗ ടു പ്രേയർ. പ്രാർത്ഥിക്കേണ്ടത് അറിയേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് അറിയണം. കാരണം ഒരുപാട് വർഷക്കാലം പ്രാർത്ഥിച്ചിട്ടും റിപ്ലൈ കിട്ടാത്ത ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. പ്രാർത്ഥിക്കുക അതും നമ്മൾ അറിയണം. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം, പ്രാർത്ഥനയ്ക്ക് സ്റ്റെപ്സ് ഉണ്ട്. നമുക്കിന്ന് അതൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രാർത്ഥനയുടെ ഒരു ബെനിഫിറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മൈൻഡിനും ബോഡിക്കും ഒക്കെ, മൈൻഡ് ബോഡി എല്ലാ ഏരിയയിലും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ പ്രെയർ ആൻഡ് സൈലൻസ് ഇസ്ലാമിക് പെർസ്പെക്റ്റീവില് നമ്മൾ എന്താണ് പ്രെയർ എന്ന് നമുക്കൊരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലൂടെ പറയാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. പ്രെയർ എന്ന് പറയുന്നത് നമുക്ക് ഇസ്ലാമില് 5 ടൈംസ് ഇൻ എ ഡേ ആണ് ഈ പ്രെയർ പറയുന്നത്. അപ്പൊ അതിലാണ് ഇസ്ലാമിന്റെ കോർ ഫ്രെയിംവർക്ക് ഈ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് 5 നേരമാണ്. അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, അറിയുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. അവിടെ ഒരു ഡയറക്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്, അതായത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്. അതാണ് പിന്നെ ഈ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഹ്റാജ് ജേർണിയുമായിട്ട് റിലേറ്റ് ചെയ്ത് മെഹ്റാജ് ഓഫ് ദ സോൾ എന്നാണ് നമസ്കാരത്തെ പറയുന്നത്. സോ ഇവിടെ ഇസ്ലാമിക് പ്രെയറിന്റെ കമ്പോണൻസ് കൂടെ ഒന്ന് പറയാം. ഒരു ഫിസിക്കൽ, വെർബൽ ആൻഡ് മെന്റൽ 3 തരത്തിലാണ് പ്രെയർ ചെയ്യേണ്ടുന്നത്. ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലാണ് ഇപ്പോഴത്തെ ഞാൻ സംസാരിക്കുന്നത്. ഒന്ന് സ്റ്റാൻഡിങ്, അതായത് സ്റ്റാൻഡിങ് ആൻഡ് ബോയിങ്, നമ്മൾ തല കുനിക്കുക, റുക്കൂ എന്ന് പറയും. ദെൻ പ്രോസ്ട്രേഷൻ, ദാറ്റ് മീൻസ് സുജൂദ്. ഈ 3 ഫിസിക്കൽ മൂവ്മെന്റ് പ്രെയറിൽ ആവശ്യമാണ്. ദെൻ വെർബലി നമ്മൾ റെസിറ്റേഷൻ ഓഫ് ഖുർആൻ ഉണ്ട്, അതുപോലെ സപ്ലിക്കേഷൻ, ദുആസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ വെർബലി പറയേണ്ടതാണ്, വാ കൊണ്ട് ഉച്ചരിക്കേണ്ടത്. ദെൻ മെന്റൽ കണക്ഷൻ, മെന്റൽ കോൺസെൻട്രേഷൻ, മൈൻഡ്ഫുൾനെസ് ആൻഡ് റിഫ്ലക്ഷൻ, ഇതും കൂടി വരുമ്പോഴാണ് ആ ഒരു നമസ്കാരം പൂർണ്ണമാകുന്നത്. ഫിസിക്കൽ, മെന്റൽ ആൻഡ് വെർബൽ, ഈ 3ന്റെ ഒരു സിങ്ക്രണൈസേഷൻ ആണ് റിയൽ പ്രെയർ ഇൻ ഇസ്ലാം. ഈ ഇസ്ലാമിലെ സൈലൻസിൽ, ഇസ്ലാമിക് പ്രെയറിലെ സൈലൻസിൽ, പ്രെയർ ആൻഡ് വർഷിപ്പിലൊക്കെ സൈലൻസിന് വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. സൈലൻസ് എന്ന് പറയുന്ന ഒരു ഇന്റേണൽ റെസിറ്റേഷൻ ആണ്. സം പാർട്സ് ഓഫ് അവർ പ്രെയർ ആർ പെർഫോംഡ് സൈലന്റ്ലി. ചില പാർട്ട് നമ്മൾ ഉറക്കെ പറയേണ്ട, നമുക്കിപ്പോ അതിനകത്ത് നമ്മളിപ്പോ റെസിറ്റേഷൻ പോലെ പറയേണ്ട കാര്യമില്ല, സൈലന്റ് ആയിട്ട് അവെയർ ആകുക എന്നുള്ളതാണ്. ചില മൂവ്മെന്റ്സിന്റെ ബിറ്റ്വീൻ നമ്മൾ ഉറക്കെ പറയേണ്ടതില്ല. അപ്പൊ ഇങ്ങനെയുള്ള, പിന്നെ പേഴ്സണൽ സപ്ലിക്കേഷൻ ഉണ്ട്, അതായത് പേഴ്സണൽ ദുആ ഉണ്ട്. നമുക്ക് എല്ലാ പ്രെയറിലും പേഴ്സണൽ ദുആ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലെ നിസ്കാരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രെയറിനെ കുറിച്ച് പറഞ്ഞാല്. അതുപോലെ ഇസ്ലാമിക് മെഡിറ്റേഷൻ ഉണ്ട്, ഇസ്ലാമിക് മെഡിറ്റേഷൻ. അതിനകത്ത് സൈലൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ദെൻ ദിക്ർ, സൈലൻസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രെയർ ചൊല്ലുക എന്നുള്ളത്. റിമെമ്പറൻസ് ഓഫ് അള്ളാഹ് വിത്തൗട്ട് വോക്കൽ എക്സ്പ്രഷൻ, സംസാരിക്കാതെ തന്നെ നമ്മളെ അള്ളാഹുവിനെ ഓർക്കുക, അല്ലെങ്കിൽ ഗോഡിനെ കുറിച്ച് അവെയർ ആകുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോ ഇമാമും ജമാഅത്തായിട്ടുള്ള നിസ്കാരം ഒരു കളക്റ്റീവ് എനർജിയുടെ എഫക്റ്റ് ഉണ്ടാവും.
യെസ്, അതൊരു കളക്റ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കും, കളക്റ്റീവ് എനർജിയുടെ റിസൾട്ട് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പിന്റെ ഒരു മാസ് എനർജി ഉണ്ട്. അത് വളരെ പോസിറ്റീവാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഒരേ ഇന്റൻഷനിൽ പ്രെയർ ചെയ്യണമെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഈ മാസ് പ്രെയർ, ഗ്രൂപ്പായിട്ടുള്ള നമസ്കാരം ഒക്കെ വരുന്നത്. അവിടെ ഒരു നല്ല അവിടുത്തെ ടോട്ടൽ ഓറ എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ദെൻ നമുക്ക് ഇതിനകത്ത് ഇതിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഓക്കെ, മിനിയെ ഞാൻ കോഹോസ്റ്റ് ആക്കുകയാണേ. മിനി, ഓക്കെ മാം. ഓക്കെ. ഓക്കെ. സൈക്കോളജിക്കൽ ബെനിഫിറ്റ്, നമ്മൾ പ്രെയർ നമ്മളെ സോളിനെ നറിഷ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു റെഗുലർ സ്പിരിച്വൽ മീലാണ്, സോളിന് കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ മീലാണ് 5-day prayers. ഒരു സ്പിരിച്വൽ ന്യൂട്രീഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോളിന് കൊടുക്കുന്ന ഒരു ഫുഡാണ് പ്രെയർ. അപ്പോൾ നമ്മളെ പ്രെയർ കൊണ്ട് നമുക്ക് മെയിൻലി ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ മെയിൻലി പ്രധാനമായിട്ടും കിട്ടുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം സിൻ. പ്രെയർ നമ്മളുടെ ഒരു ബാരിയർ, അല്ലെങ്കിൽ നമ്മളെ ഒരു എന്താ പറയേണ്ടത്, റോങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒന്നാണ് പ്രെയർ. നമുക്ക് എപ്പോഴും ഒരു കോൺഷ്യസ് ഇത് വരും, കാരണം ഞാൻ ചെയ്യാമോ, അത് തെറ്റല്ലേ എന്നൊരു തോട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഫെയ്ത്ത് കൂട്ടും. ഈമാൻ എന്ന് പറയുന്നത് ഫെയ്ത്ത്, നമ്മൾ ഫെയ്ത്തിനെ കുറിച്ച് ധാരാളം സംസാരിച്ചു. ഫെയ്ത്ത് സ്ട്രെങ്തൻ ചെയ്യും, ബിലീഫ് കൂട്ടും, ഫെയ്ത്ത് കൂടും. ഫെയ്ത്ത് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ കൺസിസ്റ്റന്റ് പ്രെയർ എടുക്കുന്ന ഒരു വ്യക്തി ഫെയ്ത്തിലായിരിക്കും ലിവ് ചെയ്യുക. ഇതിന്റെ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിലേക്ക് നമ്മൾ എത്തിച്ചേരുക, ഇമോഷണൽ റെഗുലേഷൻ, അതായത് നമ്മളുടെ പ്രാർത്ഥന നമുക്ക് ഇമോഷണൽ റെഗുലേഷൻ തരും. അതായത് നമുക്ക് ഒരുപാട് സ്ട്രെസ് തരത്തില്ല, നമുക്ക് എവിടെയോ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു ഇൻവിസിബിൾ സപ്പോർട്ട് സിസ്റ്റം, ഒരു ഇൻവിസിബിൾ നമ്മുടെ കൈകളിലുണ്ട് എന്നാണ് പിന്നെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരാള്, നിങ്ങൾ ഒരു പക്ഷേ ഇത് കേട്ടിട്ടുള്ളതായിരിക്കും, ഒരാള് ഒരു അതായത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയണം, നിങ്ങൾ പ്രാർത്ഥന, ഒരു ഗുരു ശിഷ്യന്മാരോട് പറയണം, പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ഏത് സമയത്തും സംരക്ഷിക്കുന്നത് ദൈവമാണ്. ദൈവം നിങ്ങൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യത്തില്ല. ദൈവം നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല, ദൈവം നിങ്ങളെ ബ്ലെയിം ചെയ്യില്ല. ദൈവം നിങ്ങളെ ഏത് സാഹചര്യം, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം മാത്രമേ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾ പശ്ചാത്തപിക്കാൻ തിരിച്ചു വരികയാണെങ്കിൽ ദൈവം ക്ഷമിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവം, ആര് കൂടെ ഇല്ലെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം കുറച്ച് കഴിഞ്ഞ് ഒരാളെ കുറച്ച് ഒരു സത്സംഗം നടക്കുകയാണ് അവിടെ. അപ്പൊ കുറച്ച് ദിവസം ഒരാളെ കാണില്ല. കുറേ മാസങ്ങൾക്ക് ശേഷം ഒരാള് തിരിച്ചു വന്നിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് അങ്ങയിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു, എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. അങ്ങ് പണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഏത് പ്രതിസന്ധിയിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അതിനൊരു എക്സാമ്പിളും പറഞ്ഞു തന്നു. നിങ്ങൾ അതായത് മണലിലൂടെ നടന്നു പോകുമ്പോൾ അദൃശ്യനായ നിങ്ങൾ പൂർണ്ണ വിശ്വാസിയാണെങ്കിൽ അദൃശ്യമായ 2 കാൽപാദങ്ങൾ നിങ്ങളോടൊപ്പം നടക്കുന്നത് നിങ്ങൾ കാണാം. നിങ്ങൾ പൂർണ്ണ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അദൃശ്യമായ കാൽപ്പാടുകൾ കാണാം എന്ന് പറഞ്ഞു. ഞാൻ അത്രയും ആഴത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ അപ്പൊ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കാൽപാദങ്ങൾ കൂടാതെ ദൈവത്തിന്റെ കാൽപാദങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അങ്ങ് പഠിപ്പിച്ചു തന്നു. അങ്ങ് വിശ്വാസം ഞങ്ങളെ ഉണ്ടാക്കി. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുന്ന, ഏറ്റവും പെയിൻഫുൾ ആയ ഒരു അവസരത്തിൽ ഞാൻ നടന്നു പോയപ്പോൾ എന്നോടൊപ്പം ആ കാൽപാദങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാൽപാദം മാത്രമേ എനിക്ക് അതായത് ഞാൻ എൻ്റെ കാൽപാദം മാത്രമാണ് കണ്ടത്, അല്ലാതെ വേറെ കാൽപാദം ഒന്നും കണ്ടില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്
തെറ്റല്ലേ? അത് ഇങ്ങനെ നിങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചതല്ലേ? അപ്പൊ ഗുരു പറയാണ്, തീർച്ചയായിട്ടും ഒരു കാൽപാദം നീ കണ്ടത് അത് നിന്റെ കാൽപാദമായിരുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലത്തിലായിരിക്കുമ്പോൾ, ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം നിന്റെ കൂടെ നടന്നു വന്നിട്ടുണ്ടാവില്ല. ദൈവം നിന്നെ കൈകളിൽ കോരിയെടുത്തിട്ടുണ്ടാകും. ആ കാൽപാദം ദൈവത്തിൻ്റെതാണ് എന്ന് നിനക്ക് തോന്നിയില്ലല്ലോ കുഞ്ഞെ. ദൈവത്തിന്റെ കൈകളിൽ നീ സുരക്ഷിതമായത് കൊണ്ടാണ് നിനക്ക് തിരിച്ചു വന്ന് സംസാരിക്കാൻ പറ്റിയത്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് പശ്ചാത്തലം തോന്നി. ഡീപ്പസ്റ്റ്, വളരെ ഡീപ്പ് ഫെയ്ത്തിലാണ് ഉണ്ടെങ്കിൽ ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ആ ഒരു ഒരു എന്താ പറയുക, ആ ഒരു സംഭവം നമ്മളിലേക്ക് എത്താൻ, ഡീപ്പ് പ്രെയറിലേക്ക് നമുക്ക് പോകാൻ പറ്റിയാൽ, അത് ഇൻഡെപ്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി കൊണ്ട് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടുന്നത്. സോ ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് എന്താ പറയേണ്ടത്, ഒരു ഡെപ്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രെയർ നമ്മളെ കൊണ്ടെത്തിക്കും. ദെൻ കൊഗ്നിറ്റീവ് ബെനിഫിറ്റ്സ് ഉണ്ട്. തോട്ട് പ്രോസസ്സിൽ വരുന്ന ബെനിഫിറ്റ്സ് ആണ്. മെമ്മറി എൻഹാൻസ് ചെയ്യും പ്രെയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യും. പ്രെയറിൻ്റെ ഒരു പവറാണ് പറയുന്നത്. നമ്മൾ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രെയർ ചെയ്യുന്ന സമയത്ത് വളരെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ പ്രെയർ എൻഹാൻസ് ഓവറോൾ അറ്റൻഷൻ. നമ്മൾ എന്തൊക്കെയാണോ നമ്മളിലേക്ക് വരുന്നത്, നമുക്ക് ഇപ്പം ഇൻഫാക്റ്റ് ഇപ്പം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർ പ്രെയർ കൂടെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാൻ ഈ അറ്റൻഷൻ ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ ആ പ്രെയറിലൊക്കെ ഇരിക്കുക, സൈലൻസിലൊക്കെ ഇരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഡിസിഷൻസിന് ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ കറക്റ്റ് ഡിസിഷൻ, നമ്മൾ വേറൊരാളടുത്ത് പോയി ഡിസിഷൻ ചോദിക്കേണ്ടി വരില്ല. കാരണം നമ്മളിലേക്ക് ആ ഒരു ഗൈഡൻസ്, ഒരു ഹയർ കോൺഷ്യസ്നെസ്സിന്റെ ആ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടും പ്രെയറിലൂടെ. ഇനി ഇസ്തിഖറ എന്നാണ് നമ്മൾ ഖുർആനിൽ പറയുന്നത്. ആ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടും. ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഫിസിക്കലി നമുക്കിപ്പം ഇസ്ലാമിക് പെർസ്പെക്റ്റീവില് 5 നേരത്തെ നമസ്കാരം, റംസാനിലെ സ്പെഷ്യൽ നമസ്കാരം, തറാവി നമസ്കാരം 23 റക്അത്ത് നിസ്കരിക്കും രാത്രി ഫുഡ് കഴിച്ചിട്ട്. അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഫിസിക്കൽ എക്സസൈസ് തന്നെയാണ്. ഫിസിക്കലായിട്ട് കുനിയുന്നു, താഴേക്ക് പോകുന്നു, സുജൂദിൽ പോകുന്നു, ഇതെല്ലാം ബോഡിക്ക് വളരെ നല്ലതാണ്. പോസ്റ്റർ ഇംപ്രൂവ്മെന്റ് അതിലൂടെ നടക്കും. നമ്മൾ എത്ര പ്രായമായ ഒരുപാട് പേര് നമുക്കറിയാം, 60, 70, 80 വയസ്സിലൊക്കെ സുന്ദരമായി അവർ നിസ്കരിക്കും. കാരണം അവരാ ഡെയിലി റുട്ടീനിൽ നിസ്കാരം ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് അവർക്കത് ചെയ്യാൻ കഴിയുക. അവരുടെ മസിൽസ് കറക്റ്റ്. യോഗ, റെഗുലർ യോഗ പോസ്റ്റർ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ പോലെ ഫ്ലെക്സിബിൾ ആയിരിക്കും നമസ്കരിക്കുന്നവര്. അവരുടെ മസിൽസ് സ്ട്രെങ്തൻ ആവും. അതുപോലെ തന്നെ ബ്രീത്തിങ് റെഗുലേഷൻ, വളരെ നന്നായിട്ട് ബ്രീത്തിങ് എടുക്കാൻ അവർക്ക് സാധിക്കും. ബ്ലഡ് സർക്കുലേഷൻ വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ഈ ഫോർഹെഡ് നിലത്ത് ഊന്നുന്ന സമയത്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. ബ്ലഡ് ഫ്ലോ, ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നതുകൊണ്ടാണ് കൊഗ്നിറ്റീവ് കപ്പാസിറ്റി ഒക്കെ കൂടുന്നത്, മെമ്മറി ഒക്കെ കൂടുന്നത്. ഈ ഒരു പോസ്റ്റർ നമ്മൾ നിലത്ത്, നമസ്കാരത്തിന്റെ ഒരു പോസ്റ്റ് നിലത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ. പിന്നെ ആക്ടിവേറ്റ് ആവും. അതെ, നമ്മൾ വളരെ ലോജിക്കലി കാര്യങ്ങൾ, കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങൾ കാണാം. ഇമോഷൻ കൺട്രോൾ ചെയ്യാം. അമിഗ്ദല നമുക്ക് സപ്രസ് ചെയ്യും. കാരണം ഇത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആകുമ്പോൾ അമിഗ്ദല സറണ്ടർ ആവും. അപ്പൊ സ്ട്രെസ്, ആങ്സൈറ്റി കുറയുന്നത് അതുകൊണ്ടാണ്. ദെൻ നമ്മുടെ ഒരു റിതമിക് വെൽനെസ് ഉണ്ടാവും നമുക്ക്. അതായത് ഫജർ ടു ഇഷ, അതുകൊണ്ട് നമ്മളൊരു സർക്കാഡിയൻ റിതം റെഗുലേറ്റ് ചെയ്യും. രാവിലെ നിസ്കരിക്കുന്നു, വൈകുന്നേരം രാത്രിയോടുകൂടി അത് എൻഡ് ചെയ്യുന്നു. അത് കൃത്യമായൊരു, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാവും. ടൈമിങ്ങിൽ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കും. എനർജി മാനേജ്മെന്റ് കൃത്യമായി നടക്കും. ഇതെല്ലാം അതിന്റെ ബെനിഫിറ്റ് ആണ്. ദെൻ ഓഫ് കോഴ്സ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട് പ്രെയറിന്. അപ്പോൾ നമുക്ക് ഏത് പ്രെയറിനും, നമ്മളൊരു കൂടിയിരുന്ന് പ്രെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയേണ്ടത്, ഒരു എംപതിയൊക്കെ ഭയങ്കരമായിട്ട് കൂടും. കമ്പാഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ്, ഇത് ഇങ്ങനത്തെയുള്ള നമ്മുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടാവും പ്രെയറിൽ. അപ്പൊ ഇതാണ് നമുക്ക് ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിന്റെ ഒരു എന്താ പറയണ്ട ഒരു ഇതെന്ന് പറയുന്നത്. അതായത് പ്രെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇനി കോമൺ നമുക്ക് മൈൻഡിന് കിട്ടുന്ന പ്രെയർ നമ്മുടെ നെർവ് സിസ്റ്റം കാം ചെയ്യും, ആങ്സൈറ്റി കുറയ്ക്കും, ആങ്സൈറ്റി കുറയും.
അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡെയിലി മൊമെന്റ് ഓഫ് സ്റ്റിൽനെസ് ഉണ്ട്. അത് ഏത് ഫോം ഓഫ് പ്രെയർ ആണെങ്കിലും. അപ്പം നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്ന ദൈവത്തെ ഓർത്ത് ഒന്ന് സ്റ്റില്ലായിട്ട് നിൽക്കുമ്പോൾ ഒരു ഡെയിലി സ്റ്റിൽനെസ്, അത് നമ്മളുടെ ഒരു കോൺസ്റ്റന്റ് നോയ്സ് വേൾഡിൽ നിന്ന് നമ്മളൊന്ന് ഡിറ്റാച്ച് ചെയ്ത ഒരു സ്റ്റിൽനെസ്, ഒരു മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതാണ് പ്രെയർ എന്ന് പറയുന്നത്. നമ്മളെ കോർട്ടിസോൾ കുറയുക, ദാറ്റ് മീൻസ് സ്ട്രെസ് ഹോർമോൺ. അതുപോലെ തന്നെ ബ്രെയിൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പീസും ക്ലാരിറ്റിയും ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവറും ഒക്കെ നമുക്ക് ലഭിക്കുക, ഒക്കെ മനസ്സിന് കിട്ടുന്നൊരു പറയാണ്. ഇത് ഈ പ്രെയർ നമ്പർ 1 സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളാണ്. നന്നായിട്ട് പ്രെയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ പ്രെയറിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാം. പ്രെയറിലൂടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് മീ ടൈം വേണമെന്ന്, 5 minutes to 20 minutes. അതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും പ്രെയർ. യെസ്, സൈലൻസ് പ്രെയർ ഇൻക്ലൂഡ് ചെയ്യാം. മീ ടൈമിൽ ജസ്റ്റ് കണക്ട് വിത്ത് യുവർ ഹയർ സെൽഫ്. അതാണ് പ്രെയർ കൊണ്ട്, പ്രെയറിന്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഹയർ സെൽഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിരിക്കുക. ദർ ഈസ് എൻ എനർജി. ആ ഹയർ സെൽഫുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാനുള്ള നമുക്ക് വിസ്ഡം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രോപ്പർ കണക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ത്രൂ അവർ സബ് കോൺഷ്യസ് മൈൻഡ് വി ക്യാൻ ഗെറ്റ് ഓൾ ദ ആൻസേഴ്സ്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ ആ ചോദ്യവുമായിട്ട് നമ്മൾ ഒന്ന് സ്റ്റില്ലായിരിക്കുക, ഒന്നിരുന്ന് നമ്മളൊന്ന് ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് തന്നെ കിട്ടും. നമുക്ക് അവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം പോലും ഇല്ല. പക്ഷെ വി നീഡ് ടു ബി സ്റ്റേബിൾ. ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തണം. ആ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ എത്തണം. അതാണ് ഒരു പ്രെയറിന്റെ ഒരു ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. ദെൻ ഹാർട്ട് ആൻഡ് ഇമോഷൻ. പ്രെയർ ബിൽഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. ഇത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദി ബെസ്റ്റ് ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പം നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. കാരണം നമ്മളെ ലോവർ ഇമോഷനിൽ നിന്നും ഹയർ ഇമോഷനിലേക്ക് നമ്മളുടെ എനർജി എലിവേറ്റ് ചെയ്യാൻ, നമ്മളെ കൂടുതൽ ഹൈ ഫ്രീക്വൻസിയിലേക്ക് നിലനിർത്താൻ, നമ്മൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ നമ്മുടെ ഇമോഷൻസ് ആർ ദ ഫ്യൂവൽ ഓഫ് അവർ ലൈഫ്. അപ്പം ഷെയിമും ഗിൽറ്റും റിഗ്രഷനും ആങ്കറും ജലസും എൻവിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ നിന്ന് നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇമോഷൻ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നന്നായിട്ട് ജനറേറ്റ് ചെയ്യാൻ പ്രെയറിലൂടെ സാധിക്കും, പ്രെയർ ചെയ്യുന്നവർക്ക്. അതുപോലെ നമുക്ക് എന്താണ് അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഫോക്കസ് ഈ പ്രസന്റിൽ മിസ് ചെയ്യുന്ന എന്താണ് എല്ലാവരുടെയും ഫോക്കസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് മിസ്സിങ് ഇൻ ദ പ്രസന്റ് എന്നാണ്. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് ഒറ്റ കാര്യം കൊണ്ട് ആ മിസ്സിങ് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. ബിൽഡിങ് ഹോപ്പ് കിട്ടും നമുക്ക്. ലൈഫിൽ മുന്നോട്ട് പോകാൻ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഹോപ്പ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ ഹോപ്പ് ലഭിക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് നല്ലൊരു ടൂളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ടു കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക്, കൂടുതൽ അബണ്ടൻസിലേക്ക്, കൂടുതൽ റിച്ച്നെസ്സിലേക്ക്, കൂടുതൽ പ്രോസ്പെരിറ്റിയിലേക്ക്. അപ്പോൾ ഹോപ്പ് നമുക്ക് ലഭിക്കും. ഈ ഹോപ്പ് ഇല്ലാത്തതാണ് പലരുടെയും പ്രശ്നം. ലൈഫിൽ അടുത്ത മൊമെന്റിൽ എന്ത് ചെയ്യണം, പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നും ചെയ്യാതിരിക്കുന്നവർ അല്ലെങ്കിൽ അത്രയും ഡൗൺ ആയി പോകുന്നവർക്കും പ്രെയറിന് മുൻപേ അവർ എനർജി തരുന്നൊരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ചിലപ്പോൾ ചിലർക്ക് പ്രെയർ ഈശ്വരനെ വിളിക്കാനൊന്നും എനിക്ക് വലിയ എന്താ പറയണ്ട, എനിക്ക് അതിന് പോലും തോന്നാത്ത ഒരവസ്ഥയിലാണ് എന്ന് പറയുന്നവർക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കാലം അവർ ജീവിച്ചു, ഇത്രയും കാലം അവർ ഭക്ഷണം കഴിച്ചു, ഇത്രയും കാലം അവർക്ക് ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ലഭിച്ചു, ഇത്രയും കാലം ആരൊക്കെയൊക്കെ സഹായിച്ചു, ഇത്രയും കാലം എന്തൊക്കെയൊക്കെ ലഭിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതൊരു സോഴ്സിലേക്ക് പോകണം എന്നുള്ളൊരു ഫീൽ വരുന്നുള്ളൂ. യെസ്, ആരെങ്കിലും തന്നാലാണല്ലോ നമ്മൾ അയാൾക്ക് നന്ദി പറയുള്ളൂ. യെസ്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡിൽ സ്റ്റാർട്ട് ചെയ്യാം, പ്രെയറിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡിൽ പോകാം. പ്രെയർ പറ്റാത്തവർക്ക് ഗ്രാറ്റിറ്റ്യൂഡിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രെയറിൽ പോകാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആൾക്കാർ ചിലപ്പം ഈശ്വരനോട് പിണങ്ങാറുണ്ട്. എന്നാൽ ഇല്ല, ഞാനിനി പ്രെയർ ഞാൻ നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഞാൻ നിസ്കരിച്ചിട്ട് എൻ്റെ ലൈഫിലുണ്ടായ ഇൻസിഡന്റ് എനിക്ക് അതിനോട് പോലും വിരക്തി തോന്നുന്നു എന്ന് പറയുന്ന ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കേട്ടിട്ടുള്ള വ്യക്തിയാണ്.
വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചീത്ത പറയണ കേട്ടിട്ടുണ്ട് ഉം. ഈശ്വരനെ പള്ളീൻ്റെ മുമ്പിൽ നിന്നിട്ട്. അതെ, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ തമ്പുരാൻ കാണിച്ചു. എനിക്ക് അതിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ ഒരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് പറയാനുള്ള അർഹതയൊന്നുമില്ല. നമ്മൾ അത്രയും ഡീപ്പർ ഇതിലേക്ക് പോയി നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനൊന്നും പറ്റില്ല. JCBC മാം. Yeah. അപ്പൊ അതാണ് പിന്നെ ചിലർക്ക് ആ ഒരു ഇൻസിഡന്റ് കൂടുതൽ അടുപ്പിക്കും അവരെ. യെസ് യെസ് ഇല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി ഡീപ്പർ ലെവലിലേക്ക് Me also മാം. ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ എത്തും എന്നാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് അവിടെ അറിയുള്ളൂ. അപ്പൊ ആ വഴിയില് അതെ 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 അതെ. പക്ഷെ അതൊരു കോൺഷ്യസ്നെസ് ആണ്. ആ ഒരു അവബോധം എല്ലാവർക്കും Yes. കിട്ടണമെന്നില്ല. ആ ഒരു അവയർനെസ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുക. ബോഡിക്ക് നമുക്ക് കിട്ടുന്ന റിസർച്ച്, നമ്മൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂള് നടത്തിയൊരു മൾട്ടിപ്പിൾ, അതോടൊപ്പം തന്നെ പല യൂണിവേഴ്സിറ്റീസും നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണത്തിൽ മനസ്സിലാക്കിയത്, റെഗുലർ ആയിട്ട് പ്രേ ചെയ്യുന്ന ആളുകളുടെ BP കുറയും, BP മാനേജബിൾ ആയിരിക്കും, ഇമ്മ്യൂൺ സിസ്റ്റം ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ തന്നെ വളരെ പെട്ടെന്ന് ഇൽനെസ് റിക്കവറി സ്റ്റേജിലേക്ക് എത്തും. ലൈഫ് എക്സ്പെക്റ്റൻസിയും കൂടുതലാണ്. മൈൻഡ് ആൻഡ് ബോഡി ആർ ഡീപ്ലി കണക്റ്റഡ്. ഇന്നർ പീസ് ക്രിയേറ്റഡ് ഫിസിക്കൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്തിന് വളരെ നല്ലതാണ് പ്രാർത്ഥന. നമുക്ക് ഇപ്പോൾ പറയാറില്ലേ, നമ്മളിപ്പോൾ പ്ലാസിബോ നോസിബോ എഫക്റ്റ് പറയുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന, അതെന്താ അത് മാം പലതവണ പറഞ്ഞു, അത് എന്താന്ന് പക്ഷെ ക്ലിയർ ആയില്ല. അതായത് ഇപ്പം നമ്മൾ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു ഇൻസിഡന്റ് പറയാം. ഇപ്പം ഒരു അച്ഛനും മോനും അച്ഛൻ വളരെ നന്നായിട്ട് സ്നേഹത്തോടെ മകനെ വളർത്തി. മകനും അച്ഛനും ചെറിയ പ്രായത്തിലെ അമ്മ മരിച്ച ഈ കുട്ടിയെ അച്ഛൻ വളർത്തി വലുതാക്കുന്നു. അവൻ പഠിച്ച് മിടുക്കനാവുന്നു. അമേരിക്കയിൽ അയാൾ നല്ല ജോബിലേക്ക് കയറുന്നു. കുറെ കാലം കഴിയുമ്പോൾ അച്ഛൻ ബെഡ് റിഡൻ ആകുകയാണ്. അപ്പൊ അച്ഛൻ നന്നായിട്ട് കുറച്ചു കാലമൊക്കെ പള്ളിയിലൊക്കെ ചർച്ചിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പം ബെഡ് റിഡൻ ആയപ്പോൾ അദ്ദേഹം വിശ്വസിച്ചു, എന്നെ ഇതിൽ നിന്ന് ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം വിശ്വസിച്ച് ഇതാണ്. ഒരു ദിവസം ഈ പ്രാർത്ഥന റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ് അദ്ദേഹം എപ്പോഴും കണ്ടുകൊണ്ട് കിടക്കുന്നത്. അപ്പൊ മകൻ പുറത്താണ്, ജോബിലാണ്. അപ്പോ ഇങ്ങനെ അച്ഛൻ മകനെ വിളിച്ചിട്ട് പറയാണ്, യേശുക്രിസ്തു ഉപയോഗിച്ചിരുന്ന ഒരു തൂവാല ഒരു സ്ഥലത്തിരിപ്പുണ്ട്, അത് അവിടെ വെച്ചിരിക്കുന്ന, അത് പലരും അതിനകത്ത് വന്ന് ടച്ച് ചെയ്യുമ്പോൾ അസുഖങ്ങളെല്ലാം മാറുന്നുണ്ട്. അത്രയും അത്ഭുത സിദ്ധിയുള്ളതാണ്. എനിക്കതിനകത്ത് പോയി ടച്ച് ചെയ്യാൻ പറ്റില്ല. നീ എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു തൂവാല എനിക്കൊന്ന് സംഘടിപ്പിച്ച് തരാമോ? അപ്പൊ ഇത് ഇമ്പോസിബിൾ ആണെന്ന് മകനറിയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ അസുഖവും പോകും. എനിക്കത് കിട്ടിയാൽ എൻ്റെ എല്ലാ അസുഖവും പോകും. അപ്പം മകൻ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അതേപോലെ അത് നോക്കിയിട്ട് അതേപോലെ ഒരു തൂവാല ഉണ്ടാക്കി അതിരിക്കുന്ന പോലത്തെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് പിന്നെ പോസ്റ്റ് വഴി ഈ വീട്ടിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിത് വരുത്തിയതാണ്, അപ്പന് ഇത് യൂസ് ചെയ്യാം. അദ്ദേഹം ഭയങ്കര ഹാപ്പിയായി. ഇത് കിട്ടി 2-3 ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി, പഴയതുപോലെ ജീവിക്കാൻ തുടങ്ങി. അത് അത്രയും വലിയ മിറക്കിളാണ് സംഭവിച്ചത്. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് ദൈവം എന്നെ കാത്തു, ദൈവം എന്നെ സംരക്ഷിച്ചു, എനിക്കത് കിട്ടിയ ഒരു അത്ഭുതമായ ഒരു കഴിവെനിക്ക് ലഭിച്ചു എന്നൊക്കെ വിശ്വസിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞു. ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴും വീണ്ടും ഒരു ദിവസം ഈ ഒരു പ്രാർത്ഥന, എഗെയിൻ റിപ്പീറ്റ് ചെയ്ത പ്രാർത്ഥന TV-യിൽ വരെയാണ്. അപ്പോൾ അത് അവിടെ എടുത്തിട്ട് അവർ അതേപോലെ ഇതിലിപ്പോഴും ആളുകൾ വരുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ കയ്യിൽ കിട്ടിയത് അത് ഒറിജിനൽ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അത് അവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി. അന്ന് അദ്ദേഹം വീണ്ടും ബെഡ് റിഡൻ ആകുകയാണ്. അധികം വൈകാതെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. ഇത് നമുക്കിപ്പോൾ ചില ഡോക്ടർമാർ പറയല്ലേ, ബോഡി പെയിൻ ഉണ്ട്, തലവേദന ഉണ്ട്, ഇങ്ങനെ നിരന്തരം ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയും. എന്നിട്ടും ഇവർ പേഷ്യൻസ് ചെല്ലും. അപ്പോൾ ഡോക്ടർ എന്താ ചെയ്യും, ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുത്തിട്ട് പറയും, ഇത് വേദനയ്ക്കുള്ള മരുന്നാണ് കേട്ടോ, ഇത് കഴിച്ചാൽ എല്ലാം മാറും എന്ന് പറയുമ്പോൾ ഇത് കഴിച്ച് അസുഖം മാറുന്നതാണ്. ഇല്ലാത്ത ഒരു കാര്യം
അതാണ് നോസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ചിലർക്ക് ഇഞ്ചക്ഷൻ വേണം, അവർക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട്. യെസ് യെസ്, ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡ് വേൾഡ് വാർ ടൈമില് ഇപ്പൊ ആളുകളെ ഹാങ് ചെയ്ത് കൊല്ലും. അപ്പൊ അവര് ഒരു സയന്റിഫിക് റിസർച്ച് വേണ്ടിയിട്ട് അവര് ചില പേഷ്യൻസിന്റെ അടുത്ത് ചോദിച്ചത്രേ, പാമ്പിനെ കൊണ്ട് ഉഗ്രവിഷമുള്ള പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലണോ അതോ തൂക്കി കൊല്ലണോ? അപ്പൊ എന്തായാലും മരണം ഉറപ്പാണ്. അപ്പൊ ചിലര് പറഞ്ഞു എന്നെ പാമ്പിനെ കൊണ്ട് കൊത്തി മതി, അപ്പൊ എനിക്ക് ആ ഹാങ് ചെയ്യുന്നതിന്റെ പെയിൻ ഇല്ലല്ലോ. അങ്ങനെ ഇവര് കണ്ണ് മൂടിക്കെട്ടിയിട്ട് പാമ്പ് കുത്തുന്ന പോലെ 2 ഇതിട്ട് കൊടുത്തു. അപ്പോ എന്താ പറ്റിയെന്ന് പറഞ്ഞാല് അത് ഇട്ട സമയത്ത് ഈ ആള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡയഗ്നോസ് ചെയ്ത ആന്റിവെനമാണ്. കാരണം മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് റിയാക്ട് ചെയ്ത് പാമ്പ് കടിക്കാൻ പോവാണ്. അപ്പം ഇത് ആന്റിവെനം ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് പാമ്പ് വിഷം ഏറ്റ് മരിച്ചെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ദിസ് ഇസ് ദ പവർ ഓഫ് അവർ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഇതാണ് നോസിബോ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നമുക്ക് സാധിക്കും, അത്രയും കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും. അപ്പൊ സ്ട്രോങ് ആയിട്ട് നമ്മൾ മൈൻഡിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പ്രെയർ ദ ബെസ്റ്റ് ടൂളാണ്. പ്രെയറിലൂടെ നമ്മുടെ വിശ്വാസങ്ങൾ, ബിലീഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും, നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്പിരിച്വൽ എനർജി കൂട്ടാൻ പറ്റും. നമ്മൾ പറയാറില്ലേ, നോർമലി താഴത്തെ ലെവലിലുള്ള ഇമോഷൻസ്, ഷെയിം, ഗ്രിഡ്ജ്, അതുപോലെ ഗിൽട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളിൽ കിടക്കുന്നവർ, അതായത് സർവൈവൽ മോഡിൽ കിടക്കുന്നവർക്ക് പ്രെയർ കൊണ്ടേ മുകളിലോട്ട് കയറാൻ പറ്റും. കാരണം പ്രെയർ കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട്. സ്വന്തം ആത്മീയ ഊർജം ലഭിക്കത്തില്ല താഴെ കിടക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ഈ ഫോഴ്സിൽ കിടക്കുന്നതെന്ന് പറയുന്നത്, സർവൈവൽ മോഡ് എന്ന് പറയുന്നത് അതുകൊണ്ട്. അപ്പൊ അങ്ങനെ ജീവിക്കുന്നവരെ മുകളിലേക്ക് കൊണ്ടുവരാൻ പ്രെയർ ആണ് ഏറ്റവും നല്ല മാർഗം. പ്രെയർ ആണ് ഏറ്റവും നല്ല മാർഗം. റിലേഷൻഷിപ്പിലും പ്രെയർ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് പ്രെയർ എടുക്കുന്ന ആൾക്കാര്, ഇപ്പൊ ഹസ്ബൻഡ് പ്രെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ വൈഫ് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രെയർ എടുക്കും. ഇനി വൈഫ് പ്രെയർ നല്ല ഭക്തിയോടെ, മെജോറിറ്റി ഒരു 89% അങ്ങനെയാണ് പ്രെയർ എടുക്കുന്നതാണെങ്കിൽ, ഹസ്ബൻഡും കറക്റ്റ് പ്രെയർ ചെയ്തില്ലെങ്കിലും കൂടെ ചെന്നിരിക്കുക, കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രെയർ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക. ആ തരത്തിലേക്ക് നമ്മുടെ ബോണ്ടിങ്, ഫാമിലി ബോണ്ടിങ് കുറച്ചുകൂടെ നന്നാവും. കുട്ടികളെ ഒരുമിച്ച് ഇരുത്തി പ്രെയർ ചെയ്യുക, ഒരു ടുഗദർനെസ്. അപ്പോൾ ഒരു ഹയർ ലെവൽ ട്രസ്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇന്നത്തെ കാലത്ത് ഒട്ടും ഇല്ലാത്ത ഒരു സംഭവമാണ് കുട്ടികളെ ഒരുമിച്ചിരുത്തി പ്രെയർ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അവിടെ ഫൊർഗീവ്നെസ്. ഓൺലൈനായിട്ട് പ്രേ ചെയ്യാന്ന് പറയും ചോദിച്ചു. ഓൺലൈനായിട്ട് പ്രേ ചെയ്യാന്ന് പറയും ചോദിച്ചാല്, ഓരോരുത്തർ ഓരോ സൈഡ് ആയിരിക്കും. കറക്റ്റ്. അവിടെ ശരിയാണ്, ഓരോ റൂമിലൊക്കെ ആയിരിക്കും ഇത് ചെയ്യുക. ഈ കറക്റ്റ് ഒരുമിച്ച് നന്നായി പ്രെയർ ചെയ്യുന്നവർക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഫൊർഗീവ്നെസ് നടക്കും, ഇമോഷണൽ ഇൻറ്റിമസി കൂടും. പ്രെയറിലൂടെ നമ്മുടെ ഈഗോയെ സോഫ്റ്റൻ ചെയ്യും. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് നന്നാവും. ഈ റിലേഷൻഷിപ്പിലെ വില്ലനാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഈഗോ സറണ്ടർ ആവും പ്രെയറിലൂടെ. അപ്പൊ റിലേഷൻഷിപ്പ്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് റിലേഷൻഷിപ്പിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ അല്ലെങ്കിൽ നമ്മൾ ഈഗോയിസ്റ്റിക് ആയിട്ട് ഉള്ള ആൾക്കാരുടെ തോട്ട് എന്താണ്? ഐ ആം ദ സെന്റർ ഓഫ് ദി യൂണിവേഴ്സ്, ഞാനാണിതെല്ലാം. നോർമലി പറയാറില്ലേ, ഈ പല്ലി ചിന്തിക്കുന്ന പോലെയാണ്. ഈ പല്ലി എന്താ വിചാരിക്കുന്നത്? നിങ്ങളത് കേട്ടിട്ടില്ലേ? നോർമലി ഇങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്, പല്ലി എന്താ വിചാരിക്കുന്നത്? ലിസാർഡ്, വോളിലിരിക്കുന്ന ലിസാർഡ് എന്താ വിചാരിക്കുന്നത്? ലിസാർഡിന് ഇങ്ങനെ നിൽക്കാൻ പറ്റും, ഞാനാണ്. ആ തരത്തിലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് മെൽട്ടായി പോവും. അങ്ങനത്തെ ഒരു സംഭവമേ അവരുടെ മനസ്സിലുണ്ടാകത്തില്ല. ഈഗോ കുറയും. ആൻഡ് നമ്മൾ കൂടുതൽ കമ്പാഷനേറ്റും, മോർ പേഷ്യൻറ്റും, മോർ ലവിങ് ടു അതേഴ്സ്, മറ്റുള്ളവരടുത്തുള്ള സ്നേഹവും കൂട്ടും. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആവും പ്രെയറിൽ. പിന്നെ പ്രെയറിൽ എപ്പോഴും നമുക്ക് നമ്മളെ പ്രെയർ ഒരു വലിയൊരു കാര്യത്തിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രെയർ ചിന്തിച്ചാൽ അറിയാം. പ്രെയർ എന്ന് പറഞ്ഞാൽ വി ഡു സംതിങ് ഹയർ തിങ്, നോർമൽ അല്ല, സംതിങ് ഗ്രേറ്റർ ദാൻ, എന്നെക്കാളും കുറച്ച് ഗ്രേറ്റർ ദാൻ യുവർസെൽഫ്, നമ്മളെക്കാൾ കുറച്ച് ഉയർന്നൊരു ഒന്നുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് പ്രെയർ എന്ന് നമുക്കറിയാം. ആ ഒരു ഡയറക്ഷൻ, ഒരു പേർപ്പസ് നമ്മുടെ ഉള്ളിലുണ്ടാവും പ്രെയർ ചെയ്യുമ്പോൾ.
നമ്മളെക്കാൾ വലുത് എന്തോ ഒന്നുമായിട്ട്, നമ്മളെക്കാൾ ഉയരെയുള്ള ഒന്നുമായിട്ട്, ഒരു പവറുമായിട്ട്. അപ്പൊ അത് നമുക്ക് എല്ലാത്തിനും ബിയോണ്ട് ആയിട്ടുള്ള ഒരു മീനിങ് തരും. മണിക്ക് മുകളിൽ, കരിയറിന് മുകളിൽ, സക്സസിന് മുകളിൽ ഒക്കെ നമുക്കൊരു മീനിങ് തരും, ഒരു മീനിങ് ഫുൾ മൊമെന്റ് പ്രെയർ തരും. എല്ലാത്തിനും മുകളിൽ ഉള്ള ഒന്നിനെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ അത് നമുക്ക് ആ ഒരു മൊമെന്റില്ല, പ്രെയർ എടുക്കുന്ന മൊമെന്റിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, നമ്മൾ വളരെ കംഫർട്ടായിരിക്കും. ഡീപ്പ് ലെവലിൽ സിൻസിയർ ആയിട്ട് പ്രെയർ എടുക്കുന്നവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രെയറിന് ശേഷം നമുക്ക് കിട്ടുന്ന പീസ്, അല്ലെങ്കിൽ ഒരു ലവ്, അതല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത്, ഒരു കാംനെസ്, അതൊക്കെ നമുക്ക് ഫർദർ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. സെൽഫ് ഡിസിപ്ലിൻ, ക്യാരക്ടർ, ഇതിലൊക്കെ ഇമ്മൻസ് റോളാണ് പ്രെയറിനുള്ളത്. ഒരു എന്താ പറയേണ്ടത്, നമ്മൾ ഏത് മൂഡാണ്, ഏത് സാഹചര്യമാണെങ്കിലും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രെയർ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ട് അയാളെ ഇമോഷൻ മാനേജ് ചെയ്യാനും സമാധാനമായിട്ട് ജീവിതം തീർക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ പ്രെയർ എന്ന് പറയുന്നത് ജസ്റ്റ് നോട്ട് ഫോർ എ പ്രെയർ, ഇറ്റ്സ് എ വണ്ടർഫുൾ റിച്വൽ. അത് നമ്മൾ ആ രീതിയിൽ പ്രെയറിനെ എടുക്കാൻ കഴിയും. ജപ്പാനിൽ നമ്മൾ പറയില്ലേ, ഒക്കിനോവ, ഈ ബ്ലൂ സോൺ പ്രദേശം, ലോകത്തുള്ള 6 ബ്ലൂ സോണിൽ ഒന്നാണ് ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ 125 വർഷം വരെ സന്തോഷമായിട്ടും ആരോഗ്യത്തോടു കൂടിയും ജീവിക്കുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജീവിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രെയറാണ്. ഒരു റീസൺ, ദർ ആർ സെവറൽ റീസൺസ്. സോഷ്യലൈസേഷൻ ഉണ്ട്, ഒരു പേർപ്പസ് ഉണ്ട്. കിഗായി എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് തന്നെ പേർപ്പസ് എന്നാണ്. രാവിലെ എഴുന്നേക്കാൻ റീസൺ ഉണ്ട്. അവരെ അഗ്രികൾച്ചർ, സ്വന്തം കൃഷി ചെയ്ത് ഫുഡ് ഉൽപ്പാദിപ്പിച്ച് കഴിക്കും. അവരെല്ലാ ദിവസവും കിലോമീറ്ററുകളോളം നടക്കും. അപ്പൊ ഇങ്ങനെ അവർ നന്നായി ചിരിക്കും. ഇതൊക്കെ റീസണാണ്. പക്ഷെ ഒരു റീസൺ പ്രെയറാണ്. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രെയർ ചെയ്യുന്നവരാണ്. ഒരു കൾച്ചർ, വളരെ നല്ല കൾച്ചറാണ് അവരിലേക്കുള്ളത്, നല്ലൊരു കൾച്ചറിലേക്കാണ് അവർക്കുള്ളത്. അപ്പൊ അതിലേക്ക് എത്തും. അതാണ് പ്രെയറിന്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പം റംസാനില് പ്രെയർ കൃത്യമായിട്ട് 5 നേരത്തെ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. ആ നമസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, അപ്പം ശരിക്കും പറഞ്ഞാല് സുന്നത്ത് നമസ്കാരം, ഫർദ് കഴിഞ്ഞ് സുന്നത്ത് നമസ്കാരത്തിന് ശേഷം സുന്നത്ത് നമസ്കാരത്തിന്റെ സുജൂദില്, രാത്രിയിലെ ഇശ കഴിഞ്ഞിട്ടുള്ള ഫിത്ർ നമസ്കാരത്തിന്റെ സുജൂദില്, ലാസ്റ്റ് സുജൂദില് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ആസ്ക്, ബിലീവ്, റിസീവ് എന്നാണ് ഇക്വേഷൻ. നിങ്ങൾക്ക് ചോദിക്കാം, എന്തും ചോദിക്കാം, കിട്ടുമെന്ന് 100% വിശ്വസിച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷെ ആ വിശ്വാസത്തിലാണ് നമ്മളുടെ ഒരു പ്രശ്നം. കിട്ടുമോ കിട്ടൂലേ, ഒരു ഫ്ലെക്സിബിളാണ്, ചാഞ്ചാടും, എനിക്ക് കിട്ടുമോ എനിക്ക് കിട്ടൂലേ എന്നുള്ളൊരു തോന്നലാണ്. കിട്ടുമെന്ന് വിശ്വസിച്ചാൽ അവിടെ നിങ്ങൾക്ക് ആ വിശ്വാസം വേണമെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള ഫെയ്ത്ത്, അൺഷേക്കബിൾ സറണ്ടറും ഫെയ്ത്തും വേണം. പ്രെയറിൽ ഏറ്റവും ആദ്യം വേണ്ട അതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഫെയ്ത്താണ്. അത് എന്തിനോടുള്ള ഫെയ്ത്ത്? സൃഷ്ടാവിനോടുള്ള ഫെയ്ത്ത്. ഇനി പ്രാർത്ഥനയെ നമുക്ക് ഈ രീതിയിലൂടെ ഒന്ന് കാണാം. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ ഒരു സയന്റിഫിക് ഏരിയ ഇവിടെ ഞാൻ പറയാൻ പോവാണേ. അപ്പൊ കുറച്ചുകൂടി അതുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ പ്രെയർ എങ്ങനെയാണ് സയന്റിഫിക് പ്രെയർ എന്ന് പറയുന്നത്? ഈ പ്രെയർ എന്ന് പറയുന്നത്, ഗോഡ് എന്ന് പറയുന്നത് ജനറേറ്ററാണ്, ഓർഗനൈസറാണ്, ഡിസ്ട്രോയറാണ്, എല്ലാം ഉണ്ട്. നമ്മൾ പറയില്ലേ, ഇപ്പം വേറൊരു വർഷനിൽ പറയണമെങ്കിൽ സൃഷ്ടി, സംഹാരം, പിന്നെന്താ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നൊന്ന്, സൃഷ്ടി, ജനറേറ്റർ, സ്ഥിതി, സംഹാരം. അതെ, ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ, ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അവയർനെസ്, അപ്പം അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് വൺനെസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പൊ നമ്മളും സൃഷ്ടാവും തമ്മിൽ വലിയ അകലമുണ്ടെന്ന്. ഇപ്പൊ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലാണെങ്കിൽ സൃഷ്ടാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മാസമാണ് റംസാൻ. സൃഷ്ടാവിനോട് ഏറ്റവും സ്നേഹത്തിന് വേണ്ടി സ്നേഹവും കമ്പാഷനും കരുണയും ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു മാസമാണ് റംസാൻ. ദർ ഇസ് നോ സെപ്പറേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ സോഴ്സ്, അല്ലെങ്കിൽ ഡിവൈൻ. ആ ഡിവൈനിറ്റി നമ്മൾ തമ്മിൽ വലിയ സെപ്പറേഷന്റെ ആവശ്യം പോലും ഇല്ല.
അപ്പോൾ അവിടെ നമ്മൾ പ്രെയർ ചെയ്യുന്നതിന് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഞാനിവിടെ പറയാം. ഒന്ന്, പ്രെയർ എന്ന് പറയുന്ന ബെഗ്ഗിങ് അല്ല. പല ആൾക്കാരും നിലവിളിച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി പ്രെയർ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്. ദൈവം ഒരിക്കലും കരഞ്ഞു വിളിച്ച് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ കരയാത്തത് എന്ത്, കരയാത്തത് കൊണ്ട് നിനക്ക് ഞാൻ ഉത്തരം തരുന്നില്ല എന്ന് ദൈവം പറയില്ല. അപ്പൊ പ്രെയറിൽ നമുക്കങ്ങനെ കിടന്ന് നമ്മൾ പ്രെയർ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രെയർ ചെയ്യുന്ന സമയത്ത് പ്രെയർ ഈസ് നോട്ട് ബെഗ്ഗിങ്. ഇനി സയന്റിഫിക് പെർസ്പെക്റ്റീവിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. വി ആർ കോ ക്രിയേറ്റർ വിത്ത് യൂണിവേഴ്സൽ മൈൻഡ്. ഇതൊരു പ്യുവർലി സയന്റിഫിക് വേർഷനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. സയന്റിഫിക് വേർഷനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണമെങ്കിൽ നമ്മളും കൂടെ വിചാരിച്ചാലാണ് കാര്യങ്ങൾ നടക്കുക. അതാണ് ഈ കോ ക്രിയേറ്റർ എന്ന് പറയുന്നത്. കോ ക്രിയേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ വെറും പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ചെയ്യാൻ വേണം. അപ്പൊ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ടൈം നിസ്കരിക്കാൻ പറയുന്നില്ല, ഫുൾ ടൈം പ്രെയറിൽ ഇരിക്കാൻ പറയുന്നില്ല. റംസാനിൽ നിങ്ങൾ കൂടുതൽ ചെയ്യണം, അല്ലാത്തപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം. പക്ഷെ ബാക്കിയുള്ള സമയം നിങ്ങൾ വർക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് വർക്ക് ഈസ് ഓൾസോ വർക്ക്ഷിപ്പ്. അതും ആരാധനയാണ്. അതെ, അതും ആരാധനയാണ്. ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവനാണ് പടച്ചവന് ഏറ്റവും ഇഷ്ടം. നീ നിന്നിൽ ഏൽപ്പിച്ച ചുമതല ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ആരാധനയാണ്. അതാണ് ചെയ്യുന്ന ആരാധനയാണ്. അതെ, അതും. അപ്പൊ നമ്മളിപ്പോ ചില വീട്ടമ്മമാര് ചോദിക്കും, ഞാൻ കുക്ക് ചെയ്യലാണ്, അപ്പൊ എനിക്ക് ജോലിയില്ല. അത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്താൽ അതും നല്ലൊരു വർക്ക്ഷിപ്പാണ്. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ, പരാതി പറയാതെ, അല്ലെങ്കിൽ മോശം വാക്കുകൾ, നെഗറ്റീവ് എനർജി ആ ഫുഡിലേക്ക് വീഴാൻ അനുവദിക്കാതെ ഏറ്റവും നല്ല സോൾഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റൻഷൻ ഉണ്ടല്ലോ, പ്യുവർ ഇന്റൻഷനിൽ നമ്മൾ ആ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഇന്റൻഷൻ എന്ന് വെച്ചാൽ ഒരു വീട്ടമ്മയ്ക്ക് ഈ ഭക്ഷണം കൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും നന്നായിട്ട് കഴിച്ച് നല്ല ആരോഗ്യം, നല്ല ചിന്തകൾ, നല്ല അതായത് നമ്മളുടെ എന്താ പറയണ ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി പ്യൂരിഫൈഡ് ആകുന്ന വ്യക്തികളായി മാറി അതിലൂടെ ഒരുപാട് പേർക്ക് ഈ ഫാമിലിയിലുള്ള ഓരോരുത്തരും ചെയ്തു കൊടുക്കുന്ന നന്മകൾ ഈ ഹ്യൂമാനിറ്റിക്ക് മുഴുവൻ നന്മയിലേക്ക് എത്തട്ടെ. അതിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ ഒരു ഇന്റൻഷൻ എടുത്താല്. എത്ര വലിയൊരു ലൈഫായിരിക്കും, എത്ര മഹത്തരമായ ഒരു ആക്ടിവിറ്റിയാണ് അപ്പൊ ആ ഒരു വീട്ടമ്മ ചെയ്ത. വീട്ടമ്മയ്ക്ക് എന്തും സന്തോഷം തോന്നും. ഇതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റിക്ക് ഞാനും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു. അതാണ് ആ ഇന്റൻഷന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഏത് ജോലിയും അങ്ങനെ തന്നെയാണ്, ഏത് ജോബും. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്ക്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, റെക്കഗ്നൈസ് ആൻഡ് അപ്രീഷിയേറ്റ് വാട്ട് യു ഓൾറെഡി ഹാവ്. ഇപ്പൊ നമുക്കുള്ളത് എന്തൊക്കെയാണ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് പറയുന്നത്. അക്നോളജ് ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് തൊട്ടുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. സൃഷ്ടാവിനോടുള്ള നന്ദി പറയലാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു പറയാം. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ സന്തോഷത്തിനും, നന്മയ്ക്കും, സമാധാനത്തിനും, സംതൃപ്തിക്കും, എനിക്ക് കിട്ടിയിട്ടുള്ള ലൗകികമായ സുഖങ്ങൾക്കും, എല്ലാ ആഡംബരങ്ങൾക്കും നന്ദി തമ്പുരാനെ എന്ന് തന്നെ പറയണം. കിട്ടിയിട്ടുള്ള എല്ലാം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം, ആഴത്തിൽ മനസ്സിൽ പതിയണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിഫിക്കേഷനാണ്. അതായത് ഐഡന്റിഫിക്കേഷൻ എന്ന് വേണമെങ്കിലും പറയാം. അതായത് നമ്മൾ ഒരു ഡിവൈൻ എനർജിയുമായിട്ട് ഒരു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടാവിൻ്റെ മുന്നിൽ നമ്മൾ സമർപ്പിച്ച് 100% ഫെയ്ത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഫെയ്ത്ത് നമുക്കുണ്ടാകണം. ഇവിടെ നിന്ന് സമർപ്പിച്ചാൽ എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും, ഇവിടെ എനിക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ള ഒരു കണക്ഷൻ, ആ ഒരു യൂണിറ്റി, ആ ഒരു ഡിവൈൻ ബീയിങ്, അത് നമ്മൾ അറിയണം. ഗോഡിൻ്റെ ഒരു എനർജി, അത് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ഒരു തലമാണ്, ഒരു പേസാണ്, ഒരു സ്റ്റേജാണ്. ദെൻ ആ ആഴത്തിലേക്ക് നമ്മൾ പോവുകയാണ്, അത്രയും അടുത്ത് നമ്മൾ പോവുകയാണ്. മൂന്നാമത് ചോദിക്കാം, ആസ്ക് ഓർ റിക്വസ്റ്റ്. നമുക്ക് എന്താണോ വേണ്ടത് അത് സൃഷ്ടാവിനോട് ചോദിക്കാം. അത് എൻ്റെ പാപങ്ങൾ പുറത്തു തരണമോ, അതാണെങ്കിൽ അത് ഫൊർഗീവ്നെസ് ചോദിക്കാം. എനിക്ക് ക്ഷമിച്ചു തരണം, എൻ്റെ തെറ്റുകളെല്ലാം എനിക്ക് പുറത്തു തരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം എനിക്ക്
കൂടുതൽ നന്നാക്കി തരണം. എനിക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം. ഈ ഹ്യൂമാനിറ്റിയിൽ ഓരോ ദിവസവും ഒരാൾക്കെങ്കിലും ഒരു ജീവനെങ്കിലും എന്നിലൂടെ എന്തെങ്കിലും നല്ല നന്മ ലഭിക്കാനുള്ള അതിനുള്ള ഒരു അവസരം എനിക്ക്, ഓപ്പർച്യൂണിറ്റി എനിക്ക് തരണം. ആ രീതിയിൽ ഒരു വാണ്ടിങ് ഫീലിംഗ് നമുക്കിപ്പം അത് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ, നമ്മൾ ആ ചോദിക്കുന്ന സമയത്ത് തന്നെ അത് നമ്മളിലേക്കുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലോട് ചോദിക്കുക. അതുകൊണ്ട് ഓൾറെഡി എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഗെയിൻ ഗ്രാറ്റിറ്റ്യൂഡാണ്. എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ പ്രെയർ ഓൾറെഡി ആൻസേർഡ്. അതായത് ഇപ്പം നമ്മൾ ചോദിച്ചില്ലേ, ആ ചോദ്യങ്ങളെല്ലാം എനിക്ക് ലഭിക്കുന്നതിന് നന്ദി തമ്പുരാനെ. ഒരു ആള് ഇപ്പോൾ ഫൊഗീവ്നെസ് ആണ് ചോദിക്കുന്നത്. ഞാൻ ഇത്രയും തെറ്റ് ചെയ്തു പോയി, എനിക്ക് മാപ്പ് തരണം, ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കില്ല. അപ്പം എനിക്ക് ഈ ഒരു അവസരത്തിൽ എൻ്റെ എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 4ാമത്തെ സ്റ്റെപ്പ്, എനിക്ക് മാപ്പ് തരുന്നതിന് നന്ദി തമ്പുരാനെ. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരണം, ആ ഒരു ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് വെറുതെ പറയലല്ല. ഇറ്റ്സ് നോട്ട് എ വെർബൽ എക്സസൈസ്, ഇറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഓപ്പൺ ചെയ്യും, നമ്മുടെ ബോധത്തെ ഓപ്പൺ ചെയ്യും. കാരണം നമ്മൾ വളരെ ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ പോകും. ആ ബോധം നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ ഡീപ്പർ ലെവലിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഓടി വന്ന് പറഞ്ഞിട്ടങ്ങ് ഓടിപ്പോകലല്ല. അവിടെ പേഷ്യൻസ് ഉണ്ട്, അവിടെ നമ്മളുടെ ഒരു സമർപ്പണമുണ്ട്, സബ്മിഷൻ ഉണ്ട്, അവിടെ അത് എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മുടെ ആംബിയൻസ് അത് കറക്റ്റ് ആയിട്ട് വെക്കുന്ന ഒരു റോളില്ലേ, ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുക, ക്ലെൻലിനെസ് നിർബന്ധമാണ്. ഒരു ഹോളി സ്പേസ്. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം നിങ്ങൾക്കത്, കോച്ചുമാർക്കത് എത്തിയിട്ടില്ല, പറയാറുണ്ട്. നമുക്കൊരു സീക്രട്ട് കോർണർ വേണം നമ്മുടെ വീടുകളിൽ. സീക്രട്ട് റൂം പറ്റാത്തവർക്കൊരു സീക്രട്ട് കോർണർ എങ്കിലും വേണം. അവിടെ തന്നെ നമ്മുടെ ഒരു മീ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ അവിടെ ഇരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാൻ അവിടെ ഇരിക്കാം, സൈലൻസിൽ പോകാൻ അവിടെ ഇരിക്കാം. ഒരു സീക്രട്ട് സ്പേസ് വേണം, ഒരു റിച്വൽ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. അവിടെ നമുക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കാം. ജസ്റ്റ് ഇപ്പം നമസ്കരിക്കാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് കണ്ണടച്ചിരുന്ന് ഈ ഒരു സ്റ്റെപ്സിലൂടെ കടന്നു പോയാലും മതിയാവും. കണ്ണടച്ച് ഇരുന്ന് ഈ സ്റ്റെപ്പിലൂടെ നമുക്ക് കടന്നു പോയാൽ തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പ് പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവും. ഏഞ്ചൽസ് അവിടെ വരുന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു സ്ഥലത്ത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഖുർആൻ വെക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു സ്പിരിച്വൽ ബുക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പോൾ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത്, വിളക്ക് കത്തിക്കുന്ന ഒരു രീതി ഉള്ളവരാണെങ്കിൽ അത്, അങ്ങനെ ഏത് വേണം. സോഴ്സ് ഈസ് സെയിം, ദ റൂട്ട് ഒൺലി ഡിഫറെന്റ്. ദ റൂട്ട്സ് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള, സോഴ്സ് സെയിം ആണ്. അരോമതെറാപ്പി എന്നൊരു ചികിത്സാ രീതി തന്നെ ഉണ്ടല്ലോ. യെസ്, നമുക്ക് സ്ട്രെസ് കുറയ്ക്കും, നമുക്ക് പോസിറ്റീവ് വൈബ്രേഷണൽ ഫ്രീക്വൻസി കൂട്ടും, ഇമോഷണൽ എലിവേഷൻ ഉണ്ടാകും. എനിക്ക് കുറച്ചു കാലം അതായത് ഞാൻ മുൻപ് എൻ്റെ ഫാദർ ഗൾഫിൽ, ദുബായിലും അബുദാബിയിലും ഒക്കെ ആയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് VRS എടുത്തിട്ട് ദുബായിൽ വന്നു. അബുദാബിയിലായിരുന്നു കുറച്ചു കാലം, പിന്നെ ദുബായിൽ. അപ്പോൾ ഞാൻ അതായത് 8, 9, 10 ഞാൻ 6ലോ 7ലോ പഠിക്കുമ്പോഴാണ് ഫാദർ ആദ്യമായിട്ട് പോകുന്നത് ഇവിടെ വരുന്നത്. അതിന് മുന്നേ ചെന്നൈയിലായിരുന്നു നമ്മൾ. അപ്പം ഫാദർ വരുമ്പോൾ ഈ ബ്രൂട്ട് എന്ന് പറഞ്ഞൊരു സ്പ്രേ ഉണ്ട്. അതെ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഗൾഫിൽ വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരും. അതെ, ചൈന സിൽക്ക് സാരി. അപ്പൊ ഈ ബ്രൂട്ട് ഇഷ്ടം പോലെ. എന്റെ ഫാദർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഇത് കൊണ്ടുവരും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ +1 +2 അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പം ഇത് സ്ഥിരം ഒരു ശേഖരം തന്നെ ഉണ്ടാവും. ഇത് അടിച്ചില്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് കാണത്തില്ല. ഇതിന്റെ കോൺഫിഡൻസിന്റെ ഒരു സിമ്പിളായി മാറി. പിന്നെ ഞാനത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ഉപേക്ഷിച്ചു. കാരണം അത് എന്റെ കോൺഫിഡൻസ് വരാൻ പാടില്ല. കുറെ കാലം അത് ഉപയോഗിച്ചു കേട്ടോ. ഗ്രാജുവേഷനൊക്കെ അത് ഡെയിലി ഉപയോഗിക്കും. അതില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അതടിച്ചൊരു കർഷീഫ് കയ്യിലുണ്ടാകണം. അതില്ലെങ്കിൽ എനിക്ക് അന്നത്തെ കോൺഫിഡൻസ് പോകും. എനിക്ക് അന്ന് നന്നായിട്ട്, കാരണം ഇതുമായിട്ട് അത്രയും
ഞാൻ കണക്റ്റഡ് ആയിപ്പോയി, അസോസിയേറ്റഡ് ആയിപ്പോയായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ഞാൻ തിരഞ്ഞു പിടിച്ച് അതുള്ള കടകളെ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വാങ്ങാണ്. ഇപ്പോഴും ഞാൻ വാങ്ങി വെച്ചു, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തില്ല. കാരണം നോമ്പ് മുറിക്കുമ്പോൾ ഞാൻ മറന്നുപോകും യൂസ് ചെയ്യാൻ. അപ്പം പിന്നെ ഞാൻ വിചാരിക്കും പിന്നെ എന്തായാലും നോമ്പ് കഴിയട്ടെ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഫ്രാഗ്രൻസ് നല്ലതാണ്. നമ്മുടെ ഇമോഷൻസിനെ മൂഡ് ചേഞ്ച് ചെയ്യാനൊക്കെ അരോമ തെറാപ്പി യൂസ് ചെയ്യും. സ്ട്രെസ്സിന് അരോമ തെറാപ്പി യൂസ് ചെയ്യും. ദെൻ ആങ്സൈറ്റിക്ക് അരോമ തെറാപ്പി നല്ലതാണ്. ദെൻ നമ്മളെ ഒന്ന് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്താൻ അരോമ തെറാപ്പി നല്ലതാണ്. ഈയിടയ്ക്ക് ഞാൻ അതിനെ പറ്റി സ്റ്റഡി ചെയ്തേ. അപ്പോൾ വായിച്ചു ഈ മുഗൾസിന്റെ ടൈമില് ഈ മെന്റൽ പ്രോബ്ലംസിന്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് മണപ്പിച്ച് മാറ്റിയിരുന്നു. മണപ്പിച്ച് മാറ്റും. അതെ അതെ അതെ. ജാസ്മിൻ പോലെയുള്ളതൊക്കെ നല്ല ഹൈ ഇമ്പാക്ട് തരുന്ന ഒരു സാധനമാണ്. പിന്നെ അതേപോലെ ചില ഫ്ലേവേഴ്സ്, ലാവെൻഡർ. അതെ, ഓരോരുത്തരുടെയും ഓരോ രീതിയുണ്ട്. ഇതിന് അരോമ തെറാപ്പി ഇപ്പൊ ഇവിടെയൊക്കെ ക്യാൻഡിൽ കിട്ടും, നാട്ടിലും കിട്ടും ക്യാൻഡിൽ, അരോമ. അതെ അതെ, അതും നല്ലതാണ് കേട്ടോ. അതും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളെ മൂഡൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും, പെട്ടെന്ന് നമുക്കൊരു എലിവേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അഗർബത്തി അത് തന്നെയാണ്. അതെ അതെ, അതിന്റെ സയൻസ് അത് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് പ്രേയറിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഡീപ്പറിലേക്ക് പോയിട്ട് ലെറ്റിംഗ് ഗോ, റിലീസ് ചെയ്യുക. നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള വേണ്ടാത്തതെല്ലാം അവിടെ റിലീസ് ചെയ്യണം. നമ്മളെല്ലാ അമർഷവും ഒക്കെ കൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. നോ, അവിടെ നടക്കത്തില്ല. ഓൾ വി നീഡ് ടു ഡു ഈസ് ട്രസ്റ്റ് മാത്രം. ബാക്കി എല്ലാം റിലീസ് ചെയ്യണം. എല്ലാ ഇമോഷൻ, അതായത് നെഗറ്റീവായിട്ടുള്ള എല്ലാ ഇമോഷൻ, ആങ്കർ. അതുപോലെ ആങ്കറും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥന ഫലിക്കത്തില്ല. കാരണം അതെന്തുകൊണ്ട് ഫലിക്കാത്തതെന്ന് അറിയാവോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ബ്രെയിനും ഒക്കെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന നെഗറ്റീവ് ഇമോഷൻസിലാണ്, നെഗറ്റീവിലാണ്. അത് ഹ്യൂമൻ സ്പീഷീസേ അങ്ങനെയാണ്, ആദ്യകാലം മുതൽ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ആങ്കർ ഉണ്ടെങ്കിൽ പ്രെയർ നടക്കില്ല. ജലസ്, എൻവി, ഗ്രഡ്ജ്, വൈരാഗ്യം, ഇതെന്ത് സാധനം ഉണ്ടെങ്കിലും അതെല്ലാം ലെറ്റ് ഗോ ചെയ്യണം. അത് ഫൊർഗീവ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് മനസ്സുകൊണ്ട് ചോദിക്കുമ്പോഴാണ് ഗിവൺ, ടു ബി ഗിവൺ, ആസ് ടു ബി ഗിവൺ. അല്ലാതെ വെറുതെ അപ്പുറത്തെ വീട്ടുകാരും വഴിയെ പോകുന്നിടത്തൊക്കെ ഉള്ള ദേഷ്യവും കൊണ്ട് മനസ്സിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകരുത്. അത് റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലെറ്റ് ഗോ ആണ്. ആ ലെറ്റ് ഗോ, ഫൊർഗീവ്നെസ് ആണ് അടുത്ത വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്? അടുത്ത സെഷനുകളിൽ അത് പറയണമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ നമ്മൾ ക്ഷമിക്കണം, പൊറുക്കണം. അതില്ലാതെ റംസാൻ പൂർണ്ണമല്ല, അതില്ലാതെ നോമ്പ് പൂർണ്ണമല്ല, അതില്ലാതെ ഒരു പ്രയറും പൂർണ്ണമല്ല, നിസ്കാരം ക്ലിയർ ആകത്തില്ല. ശുചീകരണമാണ്, വൃത്തിയാക്കലാണ്. ആ വൃത്തിയാക്കലാണ് നമുക്ക് വേണ്ട. ആ വൃത്തിയാക്കൽ, പക്ഷെ ഞാനിപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം വൃത്തിയാക്കലിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ മനസ്സിലേക്ക് വൃത്തിയാക്കലിന്റെ നീഡ് കൊണ്ടുവന്നിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയൊക്കെ നീഡ് എത്തിയിട്ട് സംസാരിക്കുമ്പോൾ അയ്യോ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആണല്ലോ എന്നൊരവസ്ഥയിലേക്ക് എത്തും. ഫസ്റ്റ് ചെയ്യേണ്ടത് നീറ്റിനെ നമ്മൾ ക്ലെൻസ് ചെയ്യുക, ലെറ്റ് ഗോ ആണ്. പ്രെയറിലും ലെറ്റ് ഗോ അത്യാവശ്യമാണ്. ലെറ്റ് ഗോ ചെയ്യാത്ത പ്രെയർ പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. റിലീസ് എവറിത്തിങ്. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മളെ അതായത് ക്രിയേറ്ററിന് ഇഷ്ടപ്പെടാത്ത ഏത് കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം പുറത്തെടുത്ത് കളയണം. എല്ലാം പുറത്ത് കളയണം. അതൊന്നും നമുക്കത് വേണ്ട. എല്ലാം റിലീസ് ചെയ്യുക, ഫൊർഗീവ് ചെയ്യുക. എൻ്റെ തെറ്റുകൾ, ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഞാൻ ചെയ്ത് അറിയാതെ പോയ എല്ലാ തെറ്റുകളും, എല്ലാത്തിനും മാപ്പ് അവിടെ ചോദിക്കുക. ആറാമത്തത് സൈലൻസ് ആണ്. അഞ്ചാമത്തെ ലെറ്റ് ഗോ കഴിഞ്ഞു, ആക്ട് ഓഫ് ഫൊർഗീവ്നെസ് കഴിഞ്ഞു. ആറാമത്തെ സ്റ്റെപ്പ് സൈലൻസ് ആണ്. ബി പേഷ്യന്റ്. പ്രെയറിലേക്ക് നമ്മൾ തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. അലോ ദ യൂണിവേഴ്സ് ടു ഫങ്ഷൻ. അപ്പോൾ നമുക്ക് വേണ്ട എന്താണോ നമുക്ക് ലഭിക്കാൻ എടുക്കുന്ന ഒരു ഡിവൈൻ ഡിലേ എന്ന് മാത്രമേ കാണാൻ പാടുള്ളൂ. അതിനെ ബിലീവ് ഇൻ 100%. നിങ്ങൾക്ക് ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. ഇപ്പോൾ ബൈബിളില് മാത്യുവിന്റെ എന്താ പറയണ്ട ആ ഒരു മെസ്സേജ് 21-22 എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ പറയുന്നത്, ഓൾ തിങ്സ് യു ആസ്ക് ഇൻ പ്രെയർ ബിലീവിങ് യു വിൽ റിസീവ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്.
ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്ന, ഇത് തന്നെയാണ് എല്ലാ മതങ്ങളിലും ഈ ബിലീഫിനെ കുറിച്ച്, ഫെയ്ത്തിനെ കുറിച്ച്. നമ്മൾ ബിലീഫല്ല ഫെയ്ത്തിലേക്കാണ് പോകുന്നത്. സോ ആസ്ക്, നമ്മൾ ചോദിക്കേണ്ട പോലെ നമുക്ക് എന്താഗ്രഹവും ചോദിക്കാം, എന്തും നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അത് ചോദിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നമ്മുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഡിസർവബിലിറ്റി, ആ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആം ഐ ഡിസർവിങ് ദിസ് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ഡിസർവിങ് ആകുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അത് ആ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആൻസർ കിട്ടും. ദെൻ ബിലീഫ് അല്ലെങ്കിൽ ഫെയ്ത്ത്, യൂണിവേഴ്സ് അത് നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരും. ടു സം എക്സ്റ്റെൻറ്റ് ഈ പ്രെയറിൻ്റെ ഒരു ഇത് തന്നെയാണ്. നമ്മൾ ഈ സയൻറ്റിഫിക് പ്രെയർ നമ്മുടെ ഉപബോധ മനസ്സിനെ അതായത് റീപ്രോഗ്രാമിംഗ് ചെയ്യുമെന്ന് പറഞ്ഞത് തന്നെ, ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ മെച്ചപ്പെട്ട ഒരുപാട് റിസൾട്ട് ഉണ്ടാവും. അതാണ് അതിൻ്റെ സയൻസിലൂടെ പറയുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് എത്തും, എളുപ്പം എത്തും. അപ്പം പ്രെയർ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ്. പ്രെയർ നമുക്ക് ഇന്നർ സ്ട്രെങ്ത് തരുന്നതാണ്. പ്രെയർ നമുക്കൊരു പ്രൊഡക്ടിവിറ്റിയും നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നതാണ്. കൺസിസ്റ്റന്റ് പ്രെയർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കൈകളിലേക്ക് താങ്ങിയെടുക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പ്രെയറിലേക്ക്, നിസ്കാരമുള്ളവർ അത് നിസ്കാരത്തിൻ്റെ ഒരു സമയത്തും കൃത്യമായി പ്രെയർ പ്രാക്ടീസ് ചെയ്യുക. നിസ്കരിക്കാത്തവർ ഈ ഗ്രൂപ്പിലുണ്ട്. അവർക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ ഈ ഒരു സ്റ്റെപ്സിലൂടെ പ്രാർത്ഥന കൊണ്ടുപോവുക. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതിനുശേഷം Forgiveness ചോദിക്കാം ഫസ്റ്റ് അല്ലേ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മള് ഈ പ്രെയർ ഒരു റിച്വലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, റിച്വലായിട്ട് നമ്മളിപ്പോ ഒരു പ്രെയർ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് ചില സമയത്ത് അത് നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് മെന്റലി ഓക്കെ ആക്കാന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടവർ അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ല, അതൊക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഇപ്പൊ ഖുർആനിൽ തന്നെ ഇപ്പൊ മെൻസുറേഷൻ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല. ആ സമയത്ത് ദിക്ർ ചൊല്ലാം. ബൈഹാർട്ട് ആയിരിക്കുന്ന ഖുർആൻ വചനങ്ങൾ അവർക്ക് ഓതാം. പിന്നെ ദുആള് അവർക്ക് പറയാം. ഈ ഖുർആൻ ടച്ച് ചെയ്യാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ സീക്രട്ട് സ്പേസിൽ പോകാതെ തന്നെ നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാണോ അവിടെ ഇരിക്കുന്നത് സൈലൻസിൽ ഇരുന്ന് താങ്ക് യു പറഞ്ഞാൽ മതി. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രെയർ. ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് താങ്ക് യു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എനിക്ക് ഇത്രയും കിട്ടിയല്ലോ, എനിക്ക് ഇത്രയും തന്നല്ലോ, ഈ മൊമെന്റിലും എന്നെ സംരക്ഷിക്കുന്നല്ലോ, എനിക്ക് ചുറ്റും നോക്കിയാൽ എന്തൊക്കെയാണ് നമുക്കുള്ളത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ നോക്കി അത് മാത്രം നിങ്ങൾ ആ ഒരു പ്രെയറിലെ സൈലൻസിലിരുന്ന് ആ ഗോഡിന്റെ ഗ്രേസ്, ഗോഡിന്റെ ആ ഒരു ശക്തി, പവർ, ആ സ്നേഹം, ഗോഡുമായിട്ട് കണക്ട് ചെയ്ത് എപ്പോഴും സ്നേഹം, കമ്പാഷൻ, കരുണ, ആ ഒരു ഇമോഷൻ എടുക്കണം. ഫിയർ ഒന്നും എടുക്കരുത്. അതിനെക്കുറിച്ച് മാത്രം ഓർത്തിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പ്രെയറാണ്. കണക്ട് ചെയ്യുക, അത് മാത്രം. അത് ഏത് ആ ഒരു അവസരത്തിലും നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോഴേ ശരിക്കും ലേഡീസ് ഒരു ഷെയിം എന്നുള്ളൊരു ഇതിക്ക് വരുന്നുണ്ടല്ലോ. അതായത് മെൻസ്ട്രൽ ടൈമിൽ വരുമ്പോ ചെയ്യരുത് എന്ന് പറയുമ്പോ ഷെയിമിലേക്ക് വരില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? അത് ഒരു ദിസ് ഈസ് ദ പാർട്ട്. ആക്ച്വലി നമ്മളിപ്പം ഇത്രയും കാലം നമ്മൾ കൾച്ചറലി നമ്മൾ അങ്ങനെ കണ്ടീഷൻഡ് ആയി കഴിഞ്ഞു. പിന്നെ എല്ലായിടത്തും പ്യൂരിറ്റി എന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നതും അല്ലെങ്കിൽ ഖുർആനോ അല്ലെങ്കിൽ ഹോളി ബുക്കുകളോ എല്ലായിടത്തും കൊണ്ട് വെക്കുന്നത്, അതിനൊരു സീക്രട്ട് സ്പേസ് ഉണ്ട്. അപ്പൊ അതൊരു സീക്രട്ട് ഒരു സ്പേസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ആ ഒരു സമയത്ത് ഒന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവിടെ ഷെയിം ഒന്നുമില്ല. അല്ല മാം, അത് ഇംപ്യൂരിറ്റി ആണ് നമ്മള് സോഷ്യലി അങ്ങനെ കണ്ടീഷൻ ചെയ്തത് കൊണ്ടല്ല മാം. അല്ലാതെ അതൊരു ഇംപ്യൂർ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റും. ഇംപ്യൂർ അല്ല, ഞാൻ അതാണ് പറഞ്ഞത്, സോഷ്യലി കണ്ടീഷൻഡ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക്, നമ്മൾ അങ്ങനെ കണ്ടീഷൻഡ് ആണെങ്കിൽ ആ കണ്ടീഷൻ എഗെയിൻസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ഗിൽറ്റല്ലേ വരികയുള്ളൂ. എന്തിനാണ് അങ്ങനെ ഒരു റെവല്യൂഷൻ പറയുന്നുണ്ട്, അതിനപ്പുറം ഒന്നുമില്ല. അതെ,
അതാണ് നമുക്ക്. അപ്പൊ അത് ഗിൽറ്റിലല്ലേ വരിക. നമ്മളത് ഓക്കെ, നമുക്ക് ആ കണ്ടീഷൻ, നമുക്കൊരു റെവല്യൂഷണറി തോട്ട് വന്നു, ഞാൻ പുതിയ തലമുറയുടെ വ്യക്തിയാണ്, എനിക്കിത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ചെയ്യാം. പക്ഷെ കുറച്ച് കഴിയുമ്പം നമ്മളുടെ ബിലീഫ്, നമ്മളുടെ സ്ട്രോങ് കുറെ ബിലീഫ് സിസ്റ്റം ഉണ്ട്. കുറെ കഴിയുമ്പോൾ ആരെങ്കിലും ഒന്ന് പറയും, ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നമ്മളെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കണമായിരുന്നു എങ്കിൽ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. ലേൺഡ് ഹെൽപ്ലെസ്നെസ്, സോഷ്യൽ കണ്ടീഷനിങ്, ഇത് നമുക്ക് ഒരു കാര്യത്തിലില്ല, ഒരു 1000 കാര്യങ്ങളിലുണ്ട്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ മാം ചിലപ്പോഴേ നമ്മുടെ എനർജി കുറച്ച് ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ എനർജി ഹൈ ആയിട്ടുള്ള സ്പേസിലോട്ട് നമ്മൾ കണക്ട് ആവാത്തോണ്ടായിരിക്കും അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമ്മുടെ എനർജി, ഓഫ് കോഴ്സ്, നമ്മൾ അതിലേക്ക് പോകുമ്പോഴാണല്ലോ എനർജി ഹൈ ആകുന്നത്. നമുക്ക് ആ എനർജി ഹൈ ആകാൻ അവിടേക്ക് പോകണം. ആക്ച്വലി ആ ഒരു തരത്തിലേക്ക് നമ്മൾ ഇപ്പൊ കൊണ്ടുപോകുന്നതിൽ തന്നെ അങ്ങ് പോകുന്നതാണ് സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മളൊരു അവിടെ ഒരു, ഇപ്പം നമുക്കറിയാം ശബരിമലയിലെ സ്ത്രീകൾ പോകാൻ പാടില്ല, അങ്ങ് പോയി ഓക്കെ, ചിലര് പോകുമ്പോക്കോട്ടെ. അല്ല, നമുക്ക് ആ അവസ്ഥ ലോ ആയിട്ട് ഇരിക്കുമ്പോ നമ്മൾ അതിലിരുന്ന് പ്രെയർ ചെയ്യാൻ, ബുക്ക് വായിക്കുക ഒക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ അങ്ങ് കുറച്ച് ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഏത് ഒരു കോൺട്രവേഴ്സിയിലേക്ക്, ഇൻഫാക്ട് അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി അല്ലല്ലോ നമ്മുടെ ഇപ്പൊ ഉദ്ദേശം. നമുക്കൊരു സ്പിരിറ്റ് ആയിട്ട് നമ്മളെ എങ്ങനെ ഏറ്റവും ഹയർ എനർജിയിലേക്ക് കൊണ്ടുപോകാം, എങ്ങനെ നമുക്ക് നമ്മളെ പ്യൂരിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ ബെസ്റ്റ് വേർഷൻ പുറത്തേക്ക് കൊണ്ടുവരാം, 30 days യൂസ് ചെയ്ത് നമ്മുടെ ബെസ്റ്റ് വേർഷൻ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഓഫ് കോഴ്സ് അതൊരു ചോദ്യം, അനുഭവ ചോദിച്ച ചോദ്യം മോശമായ ചോദ്യമല്ല, നല്ല ചോദ്യം തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഡെലിവറി ഇടുന്നത് കൊണ്ടും, ഞാൻ നമ്മുടെ പേഴ്സണൽ സെഷൻ ക്ലാസ്സിലാണെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ഞാൻ പറയുമായിരുന്നു. അപ്പൊ നമുക്ക് തൽക്കാലം മതി. താങ്ക് യു. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ, ഡൗട്ട്സ്? ഈ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നുണ്ടല്ലോ നമ്മള്, ഇസ്തിഗ്ഫാർ. അതെ, അത് നമ്മളെ ഫൊർഗീവ്നെസ് ആണ്. ഫൊർഗീവ്നെസ് ആണ്. Forgiveness ആണ്. അത് പ്രയറിന് മുമ്പായിട്ട് ഫൊർഗീവ്നെസ് ചോദിച്ചിട്ട് പ്രേ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. ഓപ്പൺ ആവില്ലേ? അല്ല, അത് നമ്മൾ കണ്ടിന്യൂസ്, നമുക്ക് എപ്പോ വേണമെങ്കിലും പറയാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ അല്ല, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഈ 3 ദിക്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ താങ്ക് യു ആണ്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് നമ്മളെ ഫൊർഗീവ്നെസ് ആസ്ക് ചെയ്യാണ്, എന്നോട് ക്ഷമിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിന് പകരം മറ്റുള്ളവര് ഇത് പറയാൻ പറ്റാത്തവർക്ക് ഹോപ്പണോപ്പണോ നല്ലതാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് ഹോപ്പണോപ്പണോ പറയണം. ഐ എം സോറി. 4 ഫ്രേസ്, ബ്യൂട്ടിഫുൾ ഫ്രേസ് ആണ്. ഞാൻ ചെയ്തു പോയ അവിടെ കറക്റ്റ് ഫൊർഗീവ്നെസ് ആണ് ആദ്യം വരുന്നത്. ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റിനും എന്നോട് പൊറുക്കണമേ, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് പൊറുക്കണമേ, ഐ ലവ് യു. ഞാൻ ദൈവവുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്തില്ല. ഞാൻ ദൈവവുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്യാൻ, ഏറ്റവും ആ കരുണ, ആ സ്നേഹം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയും സ്നേഹമാണ് എനിക്ക്. ഞാനും ദൈവവും തമ്മിൽ അതിന് ഇൻ ബിറ്റ്വീൻ ഒന്നുമില്ല. ഞാനും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൈവവുമായിട്ടാണ്. ഐ ലവ് യു പറയുമ്പോൾ അത്രയും ആഴത്തിൽ പോകണം, ഡീപ്പ് ലെവൽ. ആൻഡ് ഐ താങ്ക് യു, ഇന്ന് വരെ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാത്തിനും നന്ദി. ഓപ്പൺ അപ്ലൈ ചെയ്താലും മതി മറ്റുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റ് റീപ്ലേസ് ചെയ്യും. അതെ, യെസ് യെസ്, അതും നല്ലത്. സോ വേറെ ലോട്ട് ഓഫ് ദുആസ് ഇൻ ഖുർആൻ. നമുക്ക് ഇഷ്ടം പോലെ പറയാൻ പറ്റുന്ന ഒരുപാട് ദുആകളുണ്ട്. ഓരോ 10നും പറയേണ്ട ദുആ നമുക്ക് പറയാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞൊരു ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗലാ വ നിഅമൽ നസീർ, നല്ലൊരു ദുആ ആണത്. ദെൻ ഞാൻ സാധാരണ പറയുന്ന കുറെ ദുആകളുണ്ട്, പക്ഷേ ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ അത്ര ഡീപ്പർ ലെവലിലേക്ക് പോകുന്നില്ല. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. പിന്നെ 99 നെയിംസ് പടച്ചോന്റെ അസ്മാഉൽ ഹുസ്ന പറയുമല്ലോ, അത് നല്ലതാണ് കേട്ടോ. യാദൽ ജലാലി വല്ലിക്റാം എന്ന് പറയുന്നത് മാത്രം പറയാം, 99 ടൈമൊക്കെ പറയാ, ടൈം കിട്ടുന്ന അനുസരിച്ച് അതൊക്കെ പറയുന്നത് നല്ലതാണ്. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ഉണ്ട്, അത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് റിസർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. 99 നെയിം ഓഫ് 100 നെയിം. ഒരിക്കലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ 100% അറബിക് മീനിങ്ങിന് ഇക്വലന്റ് ആവില്ല എന്ന് പറയുന്നുണ്ട്. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഹലക്ക് എന്നൊരു വാക്കുണ്ടല്ലോ, ഹലക്ക്. ഈ ഹലക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 5-6 സെന്റൻസ് വരും ഇംഗ്ലീഷിൽ.
യെസ്. സാർ അത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അതെ അതെ നല്ലോണം തീർച്ചയായിട്ടും മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടുക, അല്ലെങ്കിൽ എല്ലാവരും അറബി പഠിക്കേണ്ടി വരും. അറബി അതെ. പഠിക്കേണ്ടി വരും എല്ലാവരും. വോയിസിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഖുറാനിക് എങ്ങനെയാണ് അതിന്റെ വോയിസ് മോഡുലേഷൻ പോലും നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. കിട്ടും. ഓക്കെ. സോ എനിവേ, ഏത് ദൈവമാണ് വിളിക്കുന്നതെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആഴത്തിലേക്ക് പ്രാർത്ഥനയെ കാണുക. താങ്ക് യു എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ മൊമെന്റിലും ഗ്രാറ്റിറ്റ്യൂഡ്, അൽഹംദുലില്ലാ, എല്ലാ മൊമെന്റിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ, താങ്ക് യു പറയാൻ കഴിയട്ടെ. അപ്പോൾ ഏറ്റവും നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഡേയ്സിലേക്ക് ഏറ്റവും നല്ല വ്യക്തികളായിട്ട് ട്രാൻസ്ഫോർമേഷൻ ആകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മെഡിറ്റേഷനില്ല, അടുത്ത മെഡിറ്റേഷൻ എടുക്കാം. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. വിൽ സീ യു. താങ്ക് യു. ബൈ. താങ്ക് യു.